വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ പാട്ടിൻ്റേതായിട്ടൊരു ചാനലിൽ റിവൽ ടുഡേ മ്യൂസിക് എന്ന ചാനൽ കൊടുത്തിട്ടുണ്ട്. പുതിയ പുതിയ പാട്ടുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളത് കാണണമെന്ന് ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഇത് ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. യെശയ്യാവ് 62:7 അവൻ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, ഭൂമിയിൽ അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കുകയും വരുന്നു. പ്രവാചകൻ പറയുകയാണ്, ആ യഥാസ്ഥാനം വരുന്നിടം വരെ ചില വിഷയങ്ങളുടെ മേൽ എനിക്ക് വേദോസം വായിക്കുമ്പോൾ എനിക്കറിയാം. എനിക്ക് സന്തോഷമുള്ളൊരു ഭാഗമാണ്. യാക്കോബ് വചനം പറയുന്നു, ആ ദൂതനുമായി രാത്രി മുഴുവൻ മല്ല് പിടിക്കുമ്പോൾ പറയുന്നൊരു വാക്കുണ്ട്, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ. ചില വിഷയങ്ങളിൽ നമുക്കൊരു എന്തോ അതിന് പറയേണ്ടത്, നമുക്കൊരു പിന്മാറാത്ത ഒരു മനോഭാവം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മെ മാനിക്കാൻ തുടങ്ങും, ഉയർത്താൻ തുടങ്ങും. ഇവിടെ പ്രവാചകൻ പറയൂ, യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തുവോളം, അതിനെ പ്രശംസാ വിഷയമാക്കുവോളം അവന് സ്വസ്ഥത കൊടുക്കൽ. അനീതിയുള്ള ന്യായാധിപനെ അസഹ്യപ്പെടുത്തിയ ഒരു വിധവയെക്കുറിച്ച് യേശു പ്രാർത്ഥനയിൽ പറയുന്നു, അവൾ വന്ന് എൻ്റെ മുഖത്തടിക്കും എന്ന് പറഞ്ഞ് പ്രതിക്രിയ രക്ഷിക്കുകയാണ്. എന്നിട്ടാണ് യേശു പറയുന്നത്, ദൈവമോദനോട് നിലവിളിക്കുന്ന വ്രതന്മാർക്ക് വേണ്ടി അവൻ ദീർഘക്ഷമയുള്ളവനാണെങ്കിലും പ്രതിക്രിയ രക്ഷിക്കത്തില്ലയോ, ഞാനോട് നിങ്ങളോട് പറയുന്ന വേഗത്തിൽ. അപ്പം ചില വിഷയങ്ങൾ എനിക്ക് നന്മ കാണും വരെ, വേദപുസ്തകത്തിലൊരു ശീമോനുണ്ട്, കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും വരെ താൻ മരണം കാണുകയെന്ന് പറഞ്ഞിരിക്കുകയാണ്. ആലയം വിട്ടു പിരിയാടുന്ന ഹന്ന. ചില കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഇന്നെല്ലാം ശൂന്യമായിരിക്കാം, നോക്കുമ്പോഴെല്ലാം പരാജയമായിരിക്കാം, പക്ഷേ പിന്മാറത്തില്ല. അത് കാണുന്നിടം വരെ. അങ്ങനെ ഒരു ചിന്താഗതി ആരുടെ ജീവിതത്തിലുണ്ടോ? എനിക്കൊരു ഭവനം ദൈവം തരുമ്പോൾ എനിക്കൊരു ദൈവം എൻ്റെ ചില വാഗ്ദത്തങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിറവേറാറുണ്ട്. എൻ്റെ മിനിസ്ട്രി, ദൈവം എന്നെക്കുറിച്ച് പറഞ്ഞ വാഗ്ദത്തം, ഞാൻ ഭൂമിയുടെ അറ്റത്തോളം സാക്ഷിയാകുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ, ഇന്നും അതിനെങ്കിലും സ്വപ്നങ്ങളോ അങ്ങനെ ഒരു ആഗ്രഹങ്ങളോ അങ്ങനെ ഒരു കരച്ചിലുണ്ടെങ്കിൽ ഇവിടെ പറയുകയാണ്, പിന്മാറരുത്, സ്വസ്ഥത കൊടുക്കല്ലേ, യഥാസ്ഥാനപ്പെടുത്തുവോളം വീണ്ടും വീണ്ടും വീണ്ടും. അതാണ് വചനം പറഞ്ഞത്, ചോദിപ്പിൻ ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടുവിന് തുറക്കപ്പെടും. വിട്ടുകൊടുക്കാത്തൊരു മനോഭാവം. അവിടെയാണ് ദൈവം എപ്പോഴും, ഞാൻ ഈ മെസ്സേജ് ഇവിടെ നിർത്തുകയാണ്, അവിടെയാണ് വചനം പറയുന്നത്, ദൈവം നമ്മുടെ വിഷയങ്ങളെക്കുറിച്ച് ചോദിക്കും, അതാവശ്യമാണോ അത്യാവശ്യമാണെങ്കിൽ ദൈവം അതിനുവേണ്ടി പ്രവർത്തിച്ചിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമാണെങ്കിൽ വീണ്ടും നിങ്ങൾ കാണുക, ശ്രദ്ധിക്കുക. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.